ഓൾമോസ്റ്റ് എല്ലാ ദിവസവും തന്നെ നമ്മുടെ ആളുകൾ വിളിച്ചു ചോദിക്കുന്നൊരു സംശയമാണ്, ഡോക്ടറെ പനിയാണ്, വാത്തിൻ്റെ ഏതൊക്കെ മരുന്ന് നിർത്തണമെങ്കിൽ ഏതൊക്കെ മരുന്ന് നിർത്തണം, എനിക്ക് കഴിക്കാവോ? ഇത് കോമൺ ആയിട്ട് വരുന്നൊരു പ്രശ്നമാണ്. കാരണം ഇത് പനിയുടെ സീസണാണല്ലോ, കഴിഞ്ഞ 1-2 മാസമായിട്ട് പനിയുടെ സീസണാണ്. ആ പനിയുടെ സീസണിൽ ആളുകൾക്ക് പനിയുടെ എപ്പോഴൊക്കെയാണ് മരുന്ന് നിർത്തേണ്ടതെന്ന് ആദ്യം പറയാം, പിന്നെ ഏതൊക്കെ മരുന്ന് നിർത്താമെന്ന് പറയാം. പനിയുള്ളവർ 101 ഡിഗ്രിക്ക് മുകളിലൊക്കെ നല്ല പനി ഉണ്ടെങ്കിൽ വാതത്തിൽ ചില മരുന്നുകൾ നിർത്തണം. അതോടൊപ്പം തന്നെ ഭയങ്കരമായ വയറിളക്കം ഉണ്ട്, ഛർദിലുണ്ട്, അതിന് ഫുഡ് പോയ്സണിങ് ലക്ഷണമാണ്. അങ്ങനെ ഉണ്ടെങ്കിലും വാതത്തിൻ്റെ മരുന്ന് കഴിക്കുക 2-3 ദിവസത്തേക്ക് നിർത്തി വയ്ക്കുന്നതായിരിക്കും നല്ലത്. കടുത്ത തലവേദന, ഭയങ്കരമായിട്ട് തലവേദന വരുന്നു, ഛർദ്ദിക്കാൻ വരുന്നു, അതോടൊപ്പം തന്നെ ശ്വാസം മുട്ടൽ ഭയങ്കരമായിട്ട് വരുന്നു, ഭയങ്കര ചുമ, മഞ്ഞക്കഫമാണ് വരുന്നത്, തുപ്പുഴക്ക് മഞ്ഞക്കഫമാണ് വരുന്നത്, ശ്വാസം മുട്ടലുണ്ട്, നടക്കുമ്പോൾ തന്നെ കിതപ്പ് വരുന്നത്, അതെല്ലാം ന്യൂമോണിയയുടെ ലക്ഷണങ്ങളാണ്. അങ്ങനെ ഉണ്ടെങ്കിലും മരുന്നുകൾ നിർത്തുന്നത് തന്നെയാണ് നല്ലത്. അതുപോലെ ഈ ഡെങ്കിപ്പനിയുടെ സീസൺ ആണെങ്കിൽ ദേഹത്ത് ചുമന്ന കുത്തുകളുണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവാണ്, WBC കൗണ്ട് കുറയുന്നുണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി വാതത്തിൻ്റെ മരുന്നുകൾ നിർത്തുന്നതാണ് നല്ലത്. അപ്പോൾ ഭയങ്കരമായ പനി, 101 ഡിഗ്രി പനി, ശ്വാസം മുട്ടൽ, വയറിളക്കം, ഛർദിൽ, ഇതിലേതെങ്കിലും 1-2 ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 2-3 ദിവസത്തേക്ക് വാതത്തിൻ്റെ മരുന്നുകൾ നിർത്തുന്നതാണ് നല്ലത്. എന്തുകൊണ്ടാണ് നിർത്തുന്നത് എന്ന് പറയുന്നത്? വാതത്തിൻ്റെ മരുന്നുകൾ നമുക്കറിയാം ഇമ്മ്യൂണോ സപ്രസീവ് മരുന്നുകളാണ്, ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് കൺട്രോൾ ചെയ്യുന്ന മരുന്നുകളാണ്. പക്ഷേ നമുക്ക് ഇൻഫെക്ഷൻ വരുമ്പോൾ ഈ ഇമ്മ്യൂൺ സിസ്റ്റം നമുക്ക് ആവശ്യമാണ്. എന്തിന്? ഈ വൈറസുകളെയും ബാക്ടീരിയകളെയും തുരത്താനായിട്ട് വളരെ വളരെ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ആ സമയത്ത് മരുന്ന് നിർത്തിയില്ലെങ്കിൽ എന്ത് പറ്റും? ചിലപ്പോൾ നമ്മുടെ ഇൻഫെക്ഷൻ കൂടാൻ സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ മൂത്രത്തിൽ പഴുപ്പ് ഒരാൾ, അതായത് പനിയുണ്ട്, നല്ല രീതിയിൽ മൂത്രം ഒഴിക്കുമ്പോഴൊക്കെ നല്ല എരിച്ചിലുണ്ട്, വേദനയുണ്ട്, അങ്ങനെയുള്ളവർ വാതത്തിൻ്റെ മരുന്ന് നിർത്തി ചിലപ്പോൾ ഇൻഫെക്ഷൻ, നമ്മൾ ആൻറ്റിബയോട്ടിക് കഴിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു വളരെ കെയർഫുള്ളായിട്ട് ഡിസിഷൻ. ഞാനൊരു ജനറൽ ഗൈഡ് ലൈൻ പറഞ്ഞതാണ്. പക്ഷേ പലപ്പോഴും നിർത്തണോ വേണ്ടെന്നുള്ളത് നമ്മൾ ഡോക്ടറോട് സംസാരിച്ച് തന്നെയാണ് തീരുമാനം. പക്ഷേ ഈ ലക്ഷണങ്ങളുകൊണ്ട് ജനറലി നിങ്ങൾ 2-3 ദിവസത്തേക്ക് പനി മാറുന്നവരെ നിർത്തിവെച്ചാൽ ഒരു തെറ്റില്ല. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം, ഏതൊക്കെ മരുന്ന് നിർത്തണം? എല്ലാ മരുന്ന് നിർത്തേണ്ട കാര്യമില്ല. ഒന്നാമത്തെ കാര്യം HCQ, സൾഫാസലാസിൻ, ഹൈഡ്രോക്സിക്ലോറോക്വിൻ, അല്ലെങ്കിൽ സാസോ എന്നൊക്കെ പറയുന്ന സൾഫാസലാസിൻ പോലെയുള്ള ഡ്രഗുകൾ കണ്ടിന്യൂ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അതിന് ഇൻഫെക്ഷനുമായിട്ട് ഒരു ഒരു ഇൻട്രാക്ഷൻ ഇല്ല. ഈ 2 മരുന്നുകൾ ഡെഫിനറ്റ്ലി കണ്ടിന്യൂ ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങൾ സ്റ്റിറോയിഡ് മരുന്നുകൾ കഴിക്കുന്നവരാണെങ്കിൽ സ്റ്റിറോയിഡ് മരുന്നുകൾ ഒരിക്കലും അബ്രപ്റ്റായിട്ട് നിർത്തരുത്. കാരണം പനിയുടെ സമയത്ത് സ്റ്റിറോയിഡ് പെട്ടെന്ന് നിർത്തിക്കഴിഞ്ഞാൽ ബോഡിക്ക് സ്റ്റിറോയിഡിൻ്റെ ആവശ്യമുള്ള സമയമാണ്. കാരണം സ്ട്രെസ് റെസ്പോൺസാണ് ഈ സ്റ്റിറോയിഡ് നിർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ BP കുറയാനും തലകറങ്ങി വീഴാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അതും ആ സമയത്ത് നിങ്ങൾ ലോങ് ടേം സ്റ്റിറോയിഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് സ്റ്റിറോയിഡ് നിർത്തരുത്. അപ്പം ഈ HCQ സൾഫാസലാസിനെ കണ്ടിന്യൂ ചെയ്യുക. സ്റ്റിറോയിഡ് ആണെങ്കിൽ നിർത്താതിരിക്കുക. അത് എസ്പെഷ്യലി 5 മില്ലിഗ്രാം കൂടുതൽ സ്റ്റിറോയിഡ് ലോങ് ടേം കഴിക്കുന്ന SLE പോലുള്ള പേഷ്യൻസൊക്കെയാണ് അങ്ങനെ കഴിക്കുന്നത്. അങ്ങനെ 5-6 മാസം കഴിക്കുന്നവരാണെങ്കിൽ നിർത്താതിരിക്കുന്നതാണ് നല്ലത്. പിന്നെയുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഏതൊക്കെ മരുന്ന് നിർത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ സാധാരണ ബയോളജിക്കൽ ഇഞ്ചക്ഷൻസ്, അതായത് എറ്റനാസെപ്റ്റ്, അഡാലിമുമാബ്, അല്ലെങ്കിൽ റിട്ടുക്സിമാബ്, ടോസിലിസുമാബ് തുടങ്ങിയ ബയോളജിക്കൽ ഇഞ്ചക്ഷൻസ് പനിയുള്ളപ്പോൾ എടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ബയോളജിക്കൽസ് സ്ട്രോങ് ഇമ്മ്യൂണോ സപ്രസൻസ് ആണ്. പനിയുള്ള സമയത്ത് എന്തായാലും എടുക്കരുത്. 2 ടൊഫാസെറ്റിനിബ് അല്ലെങ്കിൽ ഉപ്പഡാസെറ്റിനിബ് പോലെയുള്ള JAK ഇൻഹിബിറ്റർ മരുന്നുകൾ, അതും നേരത്തെ പറഞ്ഞ കടുത്ത പനിയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല കൂടിയ പനിയുടെ ലക്ഷണങ്ങളൊക്കെയാണ് നിർത്തിവെക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ സാധാരണ കഴിക്കുന്ന നമ്മുടെ ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് എന്ന് പറയുന്നത് മെത്തോട്രെക്സേറ്റ്, ലെഫ്ലൂണമൈഡ്, അല്ലെങ്കിൽ MMF, ഇതും കടുത്ത പനിയുണ്ടെങ്കിൽ നിർത്തിവെക്കാം. അപ്പം സേഫായിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന HCQ സൾഫാസലിനും സേഫായിട്ട് കണ്ടിന്യൂ ചെയ്യാം. സ്റ്റിറോയിഡുകൾ ലോങ് ടേം, അത് ചെറിയൊരു പ്രൊപ്പോർഷനിലെ കാണുന്നു സ്റ്റിറോയിഡുകൾ, പക്ഷേ ആ സ്റ്റിറോയിഡുകൾ ലോങ് ടേം കഴിക്കുന്നതാണ്, അത് നിർത്തരുത്. നിർത്തേണ്ട മരുന്നുകൾ ബയോളജിക്കൽ ഡ്രഗുകൾ, പിന്നെ ടൊഫാസെറ്റിനിബ് പോലെയുള്ള മരുന്നുകൾ, ഉപ്പഡാസെറ്റിനിബ് പോലെയുള്ള മരുന്നുകൾ, മെത്തോട്രെക്സേറ്റ്, ലെഫ്ലൂണമൈഡ്, അല്ലെങ്കിൽ MMF തുടങ്ങിയ മരുന്നുകൾ. ഇത് നല്ല പനിയും കടുത്ത ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ 3-4 ദിവസത്തേക്ക്, ഒരാഴ്ച വരെ നമ്മൾ ആൻറ്റിബയോട്ടിക് കഴിച്ച അസുഖം ബെറ്റർ ആകുന്നവരെ, ആ പനിയുടെ ഒരു തീക്ഷ്ണത കുറയുന്നവരെ നിർത്തിവെക്കുന്നത് തന്നെയാണ് നല്ലത്.